നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുന്ന സമയത്ത് റിവാർഡ് പോയിന്റ് വഴി നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം, പെട്രോൾ പമ്പിൽ നമ്മൾ എത്രയോ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ പണം അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ തിരിച്ചൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഏണിങ്സ് കിട്ടുന്നതാണ്. ഈ ഏണിങ്സ് കൊണ്ട് തിരിച്ച് വീണ്ടും നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പെട്രോൾ പമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് രാത്രിയൊക്കെ നമുക്ക് പെട്രോളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എവിടെയാണ് പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് വരെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ നിലവിൽ എത്രയാണ് പെട്രോളിന്റെ വില, ഡീസലിന്റെ വില എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം അഥവാ HP എന്നറിയപ്പെടുന്ന പെട്രോൾ പമ്പിൽ നിന്നും സൗജന്യമായി പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ HP പേ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, 30 MB മാത്രമുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇൻസ്റ്റാളിംഗ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ കൊടുക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് പരസ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. നമുക്ക് അത് സ്കിപ്പ് അടിച്ചു കൊടുക്കാം. നോട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, അത് എലോ കൊടുക്കാം. ഇപ്പോൾ ലോഗിൻ രജിസ്റ്റർ എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ന്യൂ യൂസർ എന്ന് ചോദിക്കുന്നുണ്ട്. ആർ യു ആൻ എക്സിസ്റ്റിംഗ് HP ഗ്യാസ് കസ്റ്റമർ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിലവിൽ HP ഗ്യാസ് കസ്റ്റമർ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നോ കൊടുത്തു. സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള കുറച്ച് കോളങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ടൈറ്റിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. മിസ്റ്റർ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തു. ഫസ്റ്റ് നെയിം കൊടുക്കുന്നു. നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് നെയിം അടിച്ചു കൊടുത്തു. മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്ത് കഴിയുന്ന സമയത്ത് ഒരു OTP വരും, 6 അക്കമുള്ളത്. അത് ഇവിടെ തെറ്റാതെ അടിച്ചു കൊടുക്കുക. അത് തെറ്റാതെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തതാണ്. അതിനുശേഷം നേരെ സ്ക്രോൾ ചെയ്ത് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ അടുത്തായി ഒരു കലണ്ടറിൻ്റെ സിമ്പിൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇയർ കാണിക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് വർഷം എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. നേരെ മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന OK ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. പിൻകോഡ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇമെയിൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതിയാകും. ഇമെയിൽ ID അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന I agree എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് വിത്ത് HP പേ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പോപ്പപ്പ് വരും. അത് OK കൊടുക്കുക. അപ്പോൾ നമുക്ക് സെറ്റ് MPIN എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഒരു 4 അക്ക MPIN ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ കോളത്തിൽ നമ്മളൊരു 4 അക്കം അടിച്ചു കൊടുക്കുന്നു.
4 അക്കമുള്ള ഒരു പിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ പിന്ന് തന്നെ താഴെയും അടിച്ചു കൊടുക്കുക. അത് കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അതും അടിച്ചു കഴിഞ്ഞാൽ അടിച്ചതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എം പിന്നും സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതും ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് എം പിന്ന് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഭാഗം വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എം പിൻ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ലോഗിൻ ആവുന്നുണ്ട്. ലൊക്കേഷൻ ആക്സസ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അത് വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ HP പേ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഹായ് സൂരജ് എന്ന് പറഞ്ഞ് HP പേയുടെ സിമ്പലും ഒക്കെ കാണിക്കുന്നുണ്ടാകും. വാലറ്റ് ബാലൻസ് 0 ആണ്. കോയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും വന്നിട്ടുണ്ടാകും. അതിൻ്റെ താഴെ KYC ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു മെനു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആദ്യം തന്നെ ബേസിക് ഡീറ്റെയിൽസിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കണം. മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു 6 അക്ക OTP കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ശരി ബട്ടൺ കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇമെയിൽ IDയും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു കോഡ് വരും. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് Gmail നോക്കി ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട്. അവിടെ ശരി വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതും വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഐഡൻറ്റിറ്റി പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോ JPG, PNG, PDF, JPEG ഫോർമാറ്റുകളിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് സാധാരണ ഒരു ഫോട്ടോ ഈ ഒരു മോഡലിലേക്ക് മാറ്റുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അത് നോക്കി നിങ്ങൾക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഡോക്യുമെൻ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഐഡൻറ്റിറ്റി കാർഡ് ഉള്ളത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ പാൻ കാർഡ് ഉണ്ട്. അതുകൊണ്ട് പാൻ കാർഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പാൻ കാർഡ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പാൻ കാർഡ് നമ്പർ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ പാൻ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കാണുന്ന അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു ഏരോ കീ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ 4 ഓപ്ഷനുകൾ വരുന്നുണ്ട്. അതിൽ ടേക്ക് ഫോട്ടോ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല ചൂസ് ഫ്രം ഗാലറി എന്നുള്ളത് ടിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ടേക്ക് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നേരെ നമ്മുടെ പാൻ കാർഡിൻ്റെ നേരെ പിടിച്ച് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഫയൽ സൈസ് ഷുഡ് ബി ലെസ് ദാൻ 5 MB എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് ഒരു ഫോട്ടോ 5 MBയിൽ താഴെ ആക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫോട്ടോ ചെറുതാക്കുന്നത് അല്ലെങ്കിൽ MB കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ പാൻ കാർഡ് ഇവിടെ അപ്ലോഡായി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അത് JPG ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി അഥവാ നിങ്ങളുടെ ഫോണിൽ എടുത്തത് JPG ഫോർമാറ്റ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് സാധാരണ ഒരു മൊബൈലിൽ എടുത്ത ഫോട്ടോ JPG ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് JPG ഫോർമാറ്റിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ആ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അഡ്രസ് പ്രൂഫ് ആണ് ചോദിക്കുന്നത്. അഡ്രസ് പ്രൂഫ് ചോദിക്കുന്നത് ഡോക്യുമെൻ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു.
നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കാനുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അടിക്കാൻ പറയുന്നുണ്ട്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻ്റ് ഉണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ടേക്ക് ഫോട്ടോ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ ക്യാമറ ഓൺ ആവും. ക്യാമറ ഓൺ ആകുന്ന സമയത്ത് നമുക്കത് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിവിടെ അപ്ലോഡായി വന്നിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴെ കാണുന്ന അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. KYC അപ്ലോഡ് സക്സസ്ഫുൾ എന്നുള്ള ഒരു മെനു കാണിക്കുന്നതാണ്. അതിനുശേഷം നേരെ താഴെ കാണുന്ന ക്യാപ്ചർ സെൽഫി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആകും. അപ്പോൾ നമുക്കൊരു സെൽഫി എടുത്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ UPI ID HP Pay എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം യെസ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് മേ ബി ലേറ്റർ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും നമ്മുടെ 3 ലൈൻസിൽ വന്ന് KYC ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. ഇവിടെ നോക്കുന്ന സമയത്ത് അപ്ലോഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് ഒക്കെ അപ്ലോഡഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ അപ്ലോഡഡ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ പിറകോട്ട് പോകുന്നു. ഇപ്പോൾ ഹോമിൽ തന്നെ എത്തിയിട്ടുണ്ട്. യുവർ അഡ്രസ് ഡീറ്റെയിൽ ഈസ് നോട്ട് അപ്ഡേറ്റഡ്, പ്ലീസ് അപ്ഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. അത് യെസ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ അഡ്രസ്സിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ അഡ്രസ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്. അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് താഴെ വന്നിട്ടുണ്ട്. അത് സേവ് കൊടുക്കുക. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ടാകും. അത് ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ മുഴുവനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഈ ഒരു HP Pay എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും KYC ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വാലറ്റ് ബാലൻസ് 0 ആണ്. കോയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പണം ആഡ് ചെയ്യണം. പണം ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം കാണുന്ന ആഡ് മണി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാലൻസ് 0 കാണിക്കുന്നുണ്ട്. എമൗണ്ട് എത്രയാണ് ഇതിലേക്ക് കയറ്റേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 100 അടിക്കുകയാണ്. എത്ര എമൗണ്ടാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നേരെ താഴെ കാണുന്ന ഐ എഗ്രി എന്നുള്ള ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക. പണം ഈ ആപ്ലിക്കേഷനിലേക്ക് കയറ്റുന്നതിന് വേണ്ടി നമുക്കിവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ആ കാർഡ് സെലക്ട് ചെയ്യുക. ഡെബിറ്റ് കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക. നെറ്റ് ബാങ്കിങ് ഉണ്ട്. അതേപോലെ UPI ഉണ്ട്. ഏഡ് വൗച്ചർ, അതായത് നമുക്ക് എന്തെങ്കിലും വൗച്ചറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ Paytm വാലറ്റും ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള 3 ഓപ്ഷനുകളാണ് ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഡെബിറ്റ് കാർഡ്, UPI, Paytm വാലറ്റ്. ഈ 3 എണ്ണമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഞാനിപ്പോൾ UPI എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റീചാർജ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്യാൻ പറയും. ഏതെങ്കിലും ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഏഡ് മണിയുടെ ഒരു സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്, Paytm ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. ഏതാണ് നിങ്ങളുടെ UPI എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആയിരിക്കാം. അതുകൊണ്ട് ഗൂഗിൾ പേ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് 100 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നേരെ ഗൂഗിൾ പേയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ MPIN ചോദിക്കുന്നുണ്ട്. അത് ഗൂഗിൾ പേയുടെ MPIN ആണ്. ആ MPIN ഇവിടെ അടിച്ചു കൊടുക്കുക. ആ MPIN അടിച്ചു കഴിഞ്ഞതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ താങ്ക് യു യുവർ വാലറ്റ് ഈസ് റീചാർജ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാലൻസ് ഇവിടെ 100 റുപ്പീസ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ
ഈ ഒരു HP Pay എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്ന് നോക്കാം. നമ്മൾ പെട്രോൾ പമ്പിൽ പോകുന്നു. പെട്രോൾ പമ്പിൽ പോയതിനു ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ. ഇനി അതല്ല, ഏറ്റവും താഴെ നടുവിലായിട്ട് കാണുന്ന പേ ബൈ QR കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്തോ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പേ ബൈ QR കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പെട്രോൾ പമ്പിലുള്ള സ്കാനറിൻ്റെ മുകളിൽ ഇത് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചോദിച്ച പോലെ തന്നെ ഡു യു വാണ്ട് ടു രജിസ്റ്റർ ലിങ്ക് UPI ID ഇൻ HP Pay എന്ന് ചോദിക്കുന്നുണ്ട്. അത് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം യെസ് എന്ന് കൊടുക്കുന്നു. വെരിഫൈ യുവർ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു റെഡ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സിം ഇവിടെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ UPI രജിസ്ട്രേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാവും. വ്യൂ മൈ UPI ID എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ യുവർ ബാങ്ക് നെയിം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ബാങ്കുകളും ഇവിടെ ഉണ്ടായിരിക്കും. അതിൽ ഏതാണ് നിങ്ങളുടെ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്തരത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ വാലറ്റ് റീചാർജ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എപ്പോഴാണ് ചെയ്തത് എന്നുള്ളതൊക്കെ. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഹോമിലാണുള്ളത്. ഇനി HP പമ്പ് നിങ്ങളുടെ അടുത്ത് എവിടെയാണ് ഉള്ളത് എന്നറിയണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. ഏതൊക്കെ പെട്രോൾ പമ്പ് നമ്മുടെ അടുത്തായിട്ടുണ്ട് എന്നുള്ളതും അവിടുത്തെ വില എത്രയാണ് എന്നുള്ളതും കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടാകും. എല്ലാ പെട്രോൾ പമ്പും ഇവിടെ കാണിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പിൻകോഡ് വെച്ച് സെർച്ച് ചെയ്തും പെട്രോൾ പമ്പ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ട്രാൻസാക്ഷൻസുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ ഓപ്ഷനിൽ കാണിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഏഡ് മണി എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള കോൺടാക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയുള്ള എൻക്വയറി നടത്താൻ സാധിക്കുന്നതാണ്. ഇനി LPGയുടെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1906 വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും നമുക്ക് തീർക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പെട്രോൾ അടിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ കോയിൻസുകൾ റിഡീം ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും താഴെ കാണുന്ന പേ ബൈ QR എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പെട്രോൾ പമ്പിൽ QR കോഡ് ചോദിച്ചു വാങ്ങുക. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പേ ബൈ QR കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. സ്കാനർ വെച്ച് സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഔട്ട്ലെറ്റിൻ്റെ നെയിം വന്നിട്ടുണ്ട്. പെട്രോൾ പമ്പിൻ്റെ നെയിമാണ്. അതിൻ്റെ താഴെ കാണുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ സൈഡിലായി കാണുന്ന ആ ഒരു ത്രികോണത്തിലുള്ള ആ ആകൃതി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വരും. എനിക്ക് പെട്രോളാണ് അടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പെട്രോൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വാലറ്റിലുള്ള എമൗണ്ടായ 100 എന്നടിച്ച് അതിൻ്റെ താഴെ കാണുന്ന HP പേ ബാലൻസ് എന്നുള്ളത് ടിക്ക് കൊടുത്ത് പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇത് ജസ്റ്റ് നിങ്ങളുടെ പെട്രോൾ പമ്പിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ വാലറ്റിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ഇനി അതിന് കിട്ടിയിട്ടുള്ള കോയിൻസ് എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് നമ്മുടെ വാലറ്റിലേക്ക് പണമാക്കി എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി മൂന്നാമതായി കാണുന്ന റിഡീം നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കോയിൻസ് 5 എന്ന് കാണിക്കുന്നുണ്ട്. അത് ₹1.25 നമുക്ക് മൂല്യമുള്ളതാണ് എന്ന് കാണുന്നുണ്ടാകും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ റിഡീം ഹാപ്പി കോയിൻസ് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് എത്രയാണ് നിങ്ങൾക്ക് കോയിൻസ് കിട്ടിയത് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് 5 എന്നടിച്ചു. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് താഴെ വന്നിട്ടുണ്ട്. 1.25 എന്ന് കാണിക്കുന്നുണ്ടാവും. നമ്മൾ റിഡീം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എമൗണ്ട് ഓഫ് 1.25 ഈസ് ക്രെഡിറ്റഡ് ടു യുവർ വാലറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ കൊടുത്തു. ഇപ്പം നമ്മുടെ വാലറ്റ് ബാലൻസ് ₹2 ആയിട്ടുണ്ട്.
ഇനി ഈ ബാലൻസ് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് എന്നറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെയുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഇതിൽ പോവുക. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് വാലറ്റ് റീചാർജ് 1.25 ആയിട്ടുണ്ട് അവസാനമായി ചെയ്തത്. ഏഡ് മണി 100 അത് ഫെയിൽഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ താഴെ സക്സസ് ആയിട്ടുള്ള 2 100 രൂപകൾ കാണിക്കുന്നുണ്ട്. വീണ്ടും കുറച്ച് എമൗണ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് റീചാർജ് വാലറ്റിലേക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്ന സമയത്തും നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് റെഡീം ചെയ്ത് ക്യാഷാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.